നമസ്കാരം. ഇല്ലിക്കൽ കല്ലിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ മലമുകളിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇല്ലിക്കൽ കല്ല്. ഇതൊരു മായാലോകമെന്ന് പറയാൻ മാത്രം കാരണങ്ങളുണ്ട്. ഇവിടുത്തെ മനോഹരമായ പാറക്കെട്ടുകളും കോടമഞ്ഞിന്റെ കാഴ്ചകളും സാഹസികതയുമുള്ള ട്രെക്കിങ്ങുമാണ് ഇവിടെ ഏറെ പ്രിയങ്കരമാക്കുന്നത്. ഈ മനോഹരമായ പാറക്കെട്ടുകൾക്ക് ഇല്ലിക്കൽ കല്ലെന്ന പേര് വന്നതിന് കാരണം ഒരുപക്ഷെ ഒരു കാലത്ത് ഇല്ലിക്കൽ കുടുംബത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെട്ടതോ ആവാം ഇങ്ങനൊരു പേര് ലഭിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലാണ് ഈ ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 3 വ്യത്യസ്തമായ പാറക്കെട്ടുകളുണ്ട്: കുടക്കല്ല്, കൂനൻകല്ല്, നരകപ്പാറ. നമ്മുടെ മുൻപിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഈ ഇല്ലിക്കൽ കല്ലിന് ഭാരത ഇതിഹാസങ്ങളായ രാമായണത്തിനും മഹാഭാരതത്തിനും പറയാനുള്ള ഒരു കഥ രഹസ്യ സ്വഭാവത്തിൽ പ്രത്യക്ഷമായി ഇവിടെയുണ്ട്. അതിലൊന്നാണ് ഈ നരകപ്പാറ. ഐതിഹ്യ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിശക്തമായ കുത്തനെയുള്ള ഒരു പാറയാണ്. ഭാരത ഇതിഹാസത്തിലൊന്നായ രാമായണവുമായി ഈ സ്ഥലത്തിന് ബന്ധമുണ്ടെന്നുള്ളതും മറ്റൊരു കൗതുകമാണ്. ഹനുമാൻ ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമായ സഞ്ജീവനി പർവ്വതം ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അതിലൊരു ഭാഗം ഇവിടെ വീണതെന്ന് പരമ്പരാഗതമായ വിശ്വാസവും ഐതിഹ്യവും ഇവിടെയുണ്ട്. ഇവിടെ ഇല്ലിക്കൽ കല്ലിന്റെ താഴ്വരയിൽ പാഞ്ചാലി തീർത്ഥം എന്ന പേരുള്ള ഒരു നീരുറവയുണ്ട്. ഇവിടെ പാഞ്ചാലി തീർത്ഥം എന്ന് പറയുന്നത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം പാഞ്ചാലി അഥവാ ദ്രൗപദി ഇവിടെ കുളിച്ചിരുന്നുവെന്നും അതിനാൽ ഈ വെള്ളത്തിന് രോഗശാന്തി ശക്തിയുള്ളതായും പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഈ ജലത്തിന് വിശുദ്ധിഭാവമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭാരത ഇതിഹാസങ്ങളായ രാമായണ കഥയിലും മഹാഭാരതത്തിലും നമ്മുടെ ഇല്ലിക്കൽ കല്ലിനെ പരാമർശിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ്. ഇല്ലിക്കൽ കല്ലുമായി നിരവധി കഥകളും വിശ്വാസങ്ങളും നിലനിൽക്കെ തന്നെ അതിലെ ഏറ്റവും കൗതുകരമായ ഒന്നാണ് നീലക്കൊടുവേലി. ആയുർവേദത്തിൽ പല ഔഷധങ്ങളിലും അതിൻ്റെ വേരുകൾ ഉപയോഗിക്കാറുണ്ട്. ഇല്ലിക്കൽ കല്ലുമായി ബന്ധപ്പെട്ട നിഗൂഢ സ്വഭാവമുള്ള ഒന്നാണ് നീലക്കൊടുവേലി ഇതിൻ്റെ പരിസരത്ത് വളരുന്നുണ്ട് എന്നുള്ള വിശ്വാസം. ഈ നീലക്കൊടുവേലിക്ക് അതീന്ദ്രിയ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമ്പത്തും ഐശ്വര്യവും നിലനിർത്താനും വർദ്ധിപ്പിക്കുവാനും കഴിയുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഐതിഹ്യവും വിശ്വാസവും എല്ലാം തന്നെ ഈ പ്രദേശത്തിന് ഒരു നിഗൂഢതയും ആകർഷണീയതയും നൽകുന്നു. ഈ പ്രകൃതി ഭംഗിയോടൊപ്പം ഇല്ലിക്കൽ കല്ലിന്റെ ഈ കഥകളിലും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഇല്ലിക്കൽ കല്ല് ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രം ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലെങ്കിലും കാണേണ്ടതാണ്. കാരണം ഇത് പ്രകൃതി ഒരുക്കിയ മായാലോകം. നമസ്കാരം.